രാവിലെ തന്നെ എനിക്ക് കുളിച്ച് കുരിശൊക്കെ വരച്ച് സ്കൂളിലേക്ക് പോയി. അവർക്ക് ജൂൺ 3-ാം തീയതി സ്കൂൾ തുറന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവനെ ഒന്ന് സ്കൂളിലേക്ക് വിട്ടേക്കാന്ന് ഓർത്തു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളെ പുഷ്പക വിമാനത്തിലേക്ക് അവൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ സ്കൂളെത്തിയപ്പോൾ മേളത്തെ നിലയിലാണ് ക്ലാസ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് വിട്ട് ക്ലാസ് ടീച്ചറിനെയൊക്കെ കണ്ട് സംസാരിച്ച് ചേച്ചി എനിക്ക് ഒത്തിരി പരിപാടികളുണ്ടെന്ന് ചെങ്ങന്നൂർ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്നത് ATM-ലേക്കാണ്. അവൻ്റെ യൂണിഫോം ഒന്ന് കളക്ട് ചെയ്യണമായിരുന്നു. യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല. ബുധനാഴ്ച ആയതുകൊണ്ട് ഹൗസ് വൈസ് ആയിട്ടുള്ള യൂണിഫോം ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ നമ്മുടെ ചെങ്ങന്നൂരുള്ള വഴിയ ഒരു തയ്യക്കടയാണ് കേട്ടോ. നല്ലപോലെ അവിടെ തയ്ക്കും. പണ്ടേ ഉള്ള ഒരു ചെറിയ തയ്യക്കടയാണ്. അവിടെയാണ് ഇവൻ്റെ ഷർട്ട് തയ്ക്കാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തയ്ച്ച് കിട്ടിയില്ല. വൈകുന്നേരത്തേക്ക് വരാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് KSF-ൽ ഒന്ന് പോകണം. അപ്പോൾ സമയം 10 മണിയായില്ല. ഇന്ന് രാവിലെ 9 മണിക്ക് കൊണ്ടുവിട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് സമയം പോകാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ KSF-ലേക്ക് ചുറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയത് വായി നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ വെളിയിൽ ഇറങ്ങി നിന്ന് ചിട്ടിയൊക്കെ അടുത്ത ദിവസം നോക്കിക്കൊണ്ട് നിൽപ്പാണ് ഇവിടെ ഒരു ചേട്ടൻ്റെ വെറ്റിലെ പ്രയോഗം കണ്ടത്. ഇതിനെന്താ പറയുന്നത്, പേടയോ അങ്ങനെ എന്തോ കണ്ട പറയത്തില്ല ഈ വെറ്റിലെ പ്രയോഗത്തിന്. ഞാൻ അത് നോക്കി കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി പിന്നെ പത്രമൊക്കെ എടുത്ത് ഒന്ന് റിന്യൂ ചെയ്യണമായിരുന്നേ. നമ്മുടെ റിങ്ങിൻ്റെ റിന്യൂ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പത്ര ഓഫീസിലൊക്കെ കയറി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു കടയിൽ ജ്യൂസ് കുടിക്കാൻ കയറി. അവിടെ നിന്ന് ജ്യൂസും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയുള്ളൂ. ബൈ, സീ യു.